ശില്പിക്ക് ശില്പിയുടെ ശില്പസമ്മാനം. കുത്തുപറമ്പ് UP സ്കൂളിൽ നടക്കുന്ന വരയിടം കുട്ടികളുടെ ചിത്ര പ്രദർശനവും ക്യാമ്പും നടക്കുന്ന വേദിയിലാണ് ഈ വ്യത്യസ്തമായ അപൂർവമായ ചടങ്ങിന് അവസരമൊരുങ്ങിയത്. ഡാവിഞ്ചി സുരേഷാണ് ഉണ്ണിയുടെ ശില്പം ഒരുക്കിയത്. 2 വർഷം മുൻപ് ഡാവിഞ്ചി സുരേഷിന്റെ 50ാം ജന്മവാർഷികത്തിന് കൊടുങ്ങല്ലൂരിൽ വെച്ച് ഡാവിഞ്ചി സുരേഷിന്റെ ശില്പം ഉണ്ണി കാനായി നിർമ്മിച്ച് സമ്മാനിച്ചിരുന്നു. വരയിടം ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കാൻ ഉണ്ണി കാനായിയെയും ചിത്രപ്രദർശനം ഉദ്ഘാടനം നിർവഹിക്കാൻ ഡാവിഞ്ചി സുരേഷിനെയും നിശ്ചയിച്ചതോടെയാണ് ഷൈജുവിന്റെ സുഹൃത്തായ സുരേഷിന് ഉണ്ണിയുടെ ശില്പം നിർമ്മിക്കാനുള്ള അവസരമൊരുങ്ങിയത്. 2 വർഷമായി ഡാവിഞ്ചി സുരേഷ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് നൽകിയ ശില്പത്തിന് പകരമായി ഉണ്ണിയുടെ ശില്പം നിർമ്മിച്ചു കൊടുക്കണമെന്നുള്ളത്. 2 വർഷം മുമ്പ് ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ഒരു 50ാം ജന്മവാർഷികം അവിടെ ഒരു ഹാളിൽ വെച്ചാണ് നടത്തിയത്. ദർബാർ ഹാളിൽ ഒരുപാട് സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ശില്പികളും കലാകാരന്മാരും അഭിനേതാക്കളൊക്കെ അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി കൊണ്ടുവന്ന് തന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഗോൾഡൻ ശില്പമാണ് എൻ്റെ മുഖം. അതിപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീട് വളരെ മനോഹരമായിട്ട് തന്നെ ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മനസ്സിൽ സൂക്ഷിച്ച് വെച്ച ഒരു കാര്യമാണ് എന്തെങ്കിലും ഒന്നൊന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങളുടെ വരയിടത്തിലെ കുട്ടികൾക്കും കൂടി ഉൾപ്പെട്ടതാണ്. തുടർന്ന് സ്വാമി വന്ദനരൂപ ജ്ഞാനതപസ്സി, ഉണ്ണി കാനായി, ഡാവിഞ്ചി സുരേഷ്, സനൽകുമാർ P, മുഹമ്മദ് ഷാഫി എന്നിവർ കുട്ടികളുമൊത്ത് സംവദിച്ചു. കൂടാതെ കുരുത്തോലയിൽ വിസ്മയം തീർക്കുന്ന സുബ്രഹ്മണ്യൻ കുരുത്തോലയും ചിരട്ട കരകൗശലം തീർക്കുന്ന മഹേഷ് കണ്ണൂരും കുട്ടികളുമായി കൂട്ടുകൂടി. കളിയരങ്ങുമായി സുധീഷ് നരിക്കോടും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ആർട്ടിസ്റ്റ് ഷൈജു K മാലൂറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വരയിടം കുട്ടികൾ വരച്ച 1000ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്. പെൻസിൽ, ക്രയോൺസ്, വാട്ടർ കളർ, അക്രലിക്, മൺവര, കോഫി പെയിന്റിംഗ്, കൊളാഷ് എന്നീ മീഡിയത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 26-ന് സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.